അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ പഴമയുടെ തനതായ രുചിയിൽ ചെയ്തെടുക്കാവുന്ന ഓണ സദ്യ സ്പെഷ്യൽ ഓലനാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അരക്കപ്പ് വൻപയർ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അരക്കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി വൻപയർ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വൻപയർ കുതിർന്ന് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. വൻപയറെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് വൻപയർ കുതിർക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വൻപയർ കുതിർന്ന് കിട്ടും. കുതിർക്കാൻ വെച്ച വെള്ളം മുഴുവനും മാറ്റിയിട്ട് ഒന്നും കൂടി കഴുകിയെടുത്ത വൻപയർ വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയർ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പയർ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ പയർ വെന്ത് കിട്ടും. ആദ്യം പയർ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. പയർ ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിൽ 250 ml കപ്പിന് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം എടുക്കുക. തേങ്ങയുടെ ബ്രൗൺ ഭാഗം എടുക്കരുത്. നല്ല വെള്ള നിറത്തിൽ ഓലം കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം ചിരകിയെടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത തേങ്ങ ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിൽ കൊണ്ട് പ്രസ് ചെയ്ത് പാല് മുഴുവനും എടുക്കുക. അല്ലെങ്കിൽ കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്താലും മതി. ഇനി കൊത്ത് കളയരുത്. ഇനി തേങ്ങയുടെ 2ാം പാൽ ആവശ്യമുണ്ട്. ഇപ്പൊ നല്ല കുറുകിയ 1ാം പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും മിക്സിയുടെ ജാറിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് 250 ml കപ്പിന് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 40 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞ തേങ്ങാപ്പാൽ മുഴുവൻ എടുക്കുകയോ ഒരു സ്പാച്ചില വെച്ചിട്ട് പ്രസ് ചെയ്ത് തേങ്ങാപ്പാൽ മുഴുവനും എടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോ സ്പാച്ചില വെച്ചിട്ട് പ്രസ് ചെയ്ത് തേങ്ങയുടെ പാൽ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന കൊത്ത് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി പയർ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, പയറൊക്കെ വെന്ത് കുഴഞ്ഞു പോവാതെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം പയർ വെന്ത് കിട്ടിയാൽ മതി. ഇനി 1/4 ഭാഗത്തോളം വേവിച്ചെടുത്ത പയറിലേക്ക് 2 കപ്പ് കുമ്പളങ്ങ കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പും കുമ്പളങ്ങയാണ് കനം കുറഞ്ഞ് ഈ രീതിയിൽ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുമ്പളങ്ങയുടെ പുറന്തോടും അകത്തുള്ള കുരുവെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം വേണം കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മത്തങ്ങ അല്ലെങ്കിൽ പീണിക്ക കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. മത്തങ്ങയുടെ പുറന്തോടും അകത്തുള്ള കുരുവെല്ലാം മാറ്റിയിട്ട് വേണം കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് പയർ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പച്ചക്കറി കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് മാറ്റിവെച്ച 2ാം പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറവാണെങ്കിൽ ലാസ്റ്റിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കനം കുറച്ച് അരിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇപ്പൊ അതെല്ലാം വെന്ത് കുഴഞ്ഞു പോവാതെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 2 എണ്ണം ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല കുറുകിയ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നല്ല കുറുകിയ 1ാം പാലാണ്. ഇനി കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ലാസ്റ്റിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. എന്നാൽ മാത്രമേ ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ടേസ്റ്റ് മണവും കറിയിൽ ഇറങ്ങി വരുള്ളൂ. ഒരു 15 മിനിറ്റ് എങ്കിലും മൂടി വയ്ക്കുക. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ തുറന്ന് നോക്കാം. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് സമയം വെച്ചപ്പോൾ കുറച്ചും കൂടെ കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഓലൻ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്